പെട്ടെന്നുണ്ടായ ആഗ്രഹം അതിലേറെ പെട്ടെന്നത് സക്സസ് ആയതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ഒരാഴ്ച മുന്നെയാണ് വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്നപ്പോഴത്തേനും ഒരു വണ്ടി എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഏതാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് കൺഫേം ആക്കിയിട്ടില്ലായിരുന്നു. പിന്നെ അത് പറഞ്ഞ് തിരിഞ്ഞ് അവസാനം അത് ഓട്ടോയിലെത്തി. ഓട്ടോ എന്നൊരു പ്രപ്പോസ് വീട്ടിൽ അവതരിപ്പിച്ചപ്പോഴത്തേനും എല്ലാവർക്കും ഒരേപോലെ സമ്മതമായിരുന്നു. ആർക്കും ഒരു എതിരഭിപ്രായമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് ശനിയാഴ്ച നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓട്ടോ കിട്ടിയതും. അത് പിന്നെ ഒട്ടും ലാഗ് എടുപ്പിക്കാതെ തിങ്കളാഴ്ച 28-ാം തീയതി നമ്മൾ പോയി ആ ഓട്ടോ എടുക്കുന്നതും എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം വീട്ടിൽ ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ നടക്കുന്നതും ഇങ്ങനൊരു വാഹനം ഞങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതും പെട്ടെന്നായിരുന്നു കേട്ടോ. കാരണം ശനിയാഴ്ച ഞങ്ങൾ റാൻഡമായിട്ട് ആ ഓട്ടോ കണ്ടു, എടുത്തു. അങ്ങനെയായിരുന്നു. അത് പ്രത്യേകിച്ച് പ്രീ പ്ലാൻ ചെയ്യാനൊന്നും ഉള്ളൊരു സമയമോ സാഹചര്യമോ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അതങ്ങനെയല്ലേ, നമുക്ക് വിധിച്ചതിന് എവിടെ ആയാലും അത് ഞങ്ങളുടെ അടുത്ത് എത്തും. അത് ചിലപ്പോൾ നേരത്തെ ആയിരിക്കും, ചിലപ്പോൾ ലേറ്റ് ആകുമായിരിക്കും. ഹലാലായ ഒന്നാണെങ്കിൽ എന്നാലും എത്തും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേട്ടോ ഈ ഒരു ഓട്ടോ ഞങ്ങളുടെ കയ്യിൽ എത്തിയതും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഭീമാപള്ളിയിലോട്ടാണേ. കാരണം തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ ഓട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പള്ളിയിലോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അവിടെ ഞങ്ങൾ വണ്ടിയിൽ തൂക്കാനായിട്ടൊരു ചെയിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ നേരെ ഫ്രണ്ടിൽ അവിടെ കുറേ കടയുണ്ടല്ലോ. ഇവളിപ്പോൾ ക്യാരിങ് ആയതുകൊണ്ട് ഈ സ്പൈസിൻ്റെ കൂടെയൊക്കെ കൂടുതൽ താല്പര്യം. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഉപ്പിലിട്ടതും നെല്ലിക്കയും മാങ്ങയും ഒക്കെ മേടിച്ച് അതൊക്കെ കഴിച്ച് കുറേ നേരം നമ്മൾ പള്ളിയുടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഇതാക്കിയത്. പിന്നെ പള്ളിയുടെ അകത്തുനിന്നൊരു പട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും ഞങ്ങൾ വണ്ടിയിലോട്ട് ഒന്ന് കെട്ടിയിട്ട് നേരെ ബീച്ചിലോട്ട് ഇറങ്ങിയത്. ശംഖുമുഖം ബീച്ച് ഭീമപ്പള്ളിയുടെ അടുത്താണല്ലോ. ഞാനിവിടെ 4 മാസം മുമ്പെങ്ങാണ്ട് വന്നത്. അപ്പോഴത്തേനും ഇവിടെ ഇത്രയും കയറിയിട്ടില്ലായിരുന്നു കടൽ. ഇതിപ്പോൾ നമ്മൾ രാത്രിയൊക്കെ വന്നിരിക്കുന്ന സ്ഥലമൊക്കെ ഫുള്ള് കടൽ കയറിയിട്ടുണ്ട്. അവിടെ പോയാൽ പിന്നെ ഞങ്ങൾക്ക് സ്ഥിരം പരിപാടിയാണ് പാനിപൂരി കഴിക്കുക എന്നുള്ളത്. പിന്നെ പാനിപൂരി കഴിച്ചിട്ട് സൺസെറ്റും കണ്ട് ചായയും കുടിച്ചിട്ട് പിന്നെ അവിടെ ഒരു പപ്പട് ഷോ ഉണ്ടായിരുന്നു. അതും കണ്ടുകൊണ്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ആയിട്ടുണ്ടായിരുന്നു, നല്ല ഇരുട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും. പിന്നെ ചോളമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ പോയത് അനീസിക്കയുടെ വീട്ടിലാണ്. കാരണം തിരുവനന്തപുരത്താണല്ലോ അനീസിക്കയുടെ വീട്. കുറേ നേരം അവിടെ ചിലവഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ വീടെത്തിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു 12 മണി അടുപ്പിച്ചാവും. നല്ല ലേറ്റ്. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഓട്ടോയുമായിട്ട് വീട്ടിലോട്ട് വന്നു. പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനിയും കാണാം.